എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം എൻ്റെ ഒരു തോട്ടാണ്, എൻ്റെ ഒരു വ്യൂ ആണ്. ഞാൻ ആദ്യം പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഞാൻ ലൂസിഫറെ കണ്ട് എൻജോയ് ചെയ്ത ഒരു സാധാരണക്കാരനാണ്. ഞാൻ വിചാരിച്ചു അത് ലൂസിഫറിനൊരു സീക്വലാണ്, അത് എനിക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാലിനെ നന്നായി എനിക്കറിയാം. ഇന്ന് അവരെന്നെ പ്രൊഡ്യൂസർ തന്നെ അത് കട്ട് ചെയ്ത് റീസെൻസർ ചെയ്യാൻ പോകുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടല്ല അവർ ചെയ്യുന്നത്, ഞാനല്ലല്ലോ പറഞ്ഞത് ചെയ്യാൻ. ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യണമെന്ന്, അവർ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത് മോഹൻലാലിൻ്റെ ഫാൻസ് ആണോ, ജനങ്ങൾ കണ്ട ജനങ്ങളാണോ, അവർ പറയുന്നു എന്നോട് ഇതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, എം ടി രമേശ് ജി പിന്നെയും പറഞ്ഞു, ഞാൻ ഇന്നും പറയുന്നു, സിനിമയെ സിനിമയായിട്ട് കാണണം. സിനിമ ഹിസ്റ്ററിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നടന്നാൽ ആ സിനിമ പൊളിയും. അതൊരു നാച്ചുറൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ, ഇനി എനിക്ക് കാണാൻ ഒരു ആഗ്രഹമില്ല. അത് എൻ്റെ പേഴ്സണൽ വ്യൂ. കാണുന്ന ആൾക്കാർക്ക് കാണണം, അത് ഞാൻ കാണാൻ പോകുന്നില്ല. എന്നോട് പറഞ്ഞു അത് നിങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ അതിൽ തർക്കിക്കാനൊന്നും പോകുന്നില്ല. അത് നിങ്ങളുടെ വ്യൂ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഡിബേറ്റ് ചെയ്തോളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു, മതി, കഴിഞ്ഞു. വേറെ എന്തെങ്കിലോ